ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ അവസാനത്തെ പാഠമായ ജന്തുജാലങ്ങൾ എന്ന പാഠത്തിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. പാർട്ട് 1ലും 2ലും ഈ പാഠം കംപ്ലീറ്റ് ആയി നമ്മൾ നോക്കി. ഇനി പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആ പാഠത്തിലെ വിലയിരുത്താം എന്ന പ്രവർത്തനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന സവിശേഷതകളുള്ള ഏതെല്ലാം ജീവികൾ നിങ്ങളുടെ ചുറ്റുപാടുണ്ടെന്ന് കണ്ടെത്തി എഴുതൂ. അപ്പോൾ ഒന്നാമത്തെ സവിശേഷത, ശൽക്കങ്ങളില്ല, ഈർപ്പമുള്ള ത്വക്ക്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. അപ്പോൾ ഈ സവിശേഷതക്കുള്ള ജീവി ഏതാണെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയെ നമ്മൾ എന്താണ് പറയുക? ഉഭയജീവികൾ എന്നാണ് പറയുക. അപ്പോൾ ഉഭയജീവികൾക്കുള്ള ഒരു ഉദാഹരണം നമ്മൾ നോക്കി, എന്താണ്? തവള. അപ്പം ഇതിൻ്റെ ഉത്തരം എന്താണ്? തവള തന്നെയാണ്. കാരണം ഈർപ്പമുള്ള ത്വക്കാണ്, പിന്നെ അതുപോലെ തന്നെ ശൽക്കങ്ങളില്ല. അപ്പോൾ ഇതിന് ഉത്തരം തവള. ഇനി രണ്ടാമത്തത്, ജലത്തിൽ ജീവിക്കുന്നു, ശൽക്കങ്ങളുണ്ട്, ജലത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ചിറകുകളുണ്ട്. അപ്പോൾ ജലത്തിൽ ജീവിക്കുന്നവ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ആരിനെയാണ്? മത്സ്യങ്ങളെയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? മത്സ്യങ്ങളാണ്. കാരണം മത്സ്യങ്ങൾക്ക് എന്താണ്? ശൽക്കങ്ങളുണ്ട്, പിന്നെ അതിന് വെള്ളത്തിൽ സഞ്ചരിക്കാൻ എന്താണ്? ചിറകുകളുണ്ട്. ഇനി മൂന്നാമത്തത്, കാലുകളിൽ ശൽക്കങ്ങളുണ്ട്, തൂവലുകളുണ്ട്, പറക്കാൻ കഴിയും. അപ്പോൾ പറക്കാൻ കഴിയുന്നതും തൂവലുകളുള്ളതുമായിട്ടുള്ള ജീവി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരിക ആരെയാണ്? പക്ഷികളെയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം പക്ഷികൾ. ഇനി അടുത്തത്, ശരീരം, തല, നെഞ്ച്, ഉദരം എന്നിങ്ങനെ ഭാഗങ്ങളുണ്ട്. 6 കാലുകളും ആൻറ്റിനകളും ബാഹ്യാസ്ഥികൂടമുണ്ട്. അത് ഷഡ്പദങ്ങൾക്കാണ്. ഇനി അടുത്തത്, ചെവിക്കുടയുണ്ട്, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവയെ സസ്തനികൾ എന്നാണ് പറയുക. അപ്പോൾ അതിനുള്ള ഉദാഹരണമൊക്കെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ. ഇനി രണ്ടാമത്തത്, മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ എന്നിവയുടെ സവിശേഷതകൾ പഠിച്ചല്ലോ. താഴെ പറയുന്ന സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഈ ജീവികളെ താരതമ്യം ചെയ്ത് നോക്കൂ. അപ്പോൾ ഏതൊക്കെ ജീവികളാണ് അവിടെ ഉള്ളത്? മത്സ്യം, ഉഭയജീവി, ഉരകം. അതിന് എന്തൊക്കെ സവിശേഷതകൾ എഴുതണം? ഈ ഓരോ ജീവികളുടെയും ത്വക്ക്, ശ്വസനം എങ്ങനെയാണ്, പിന്നെ വാസസ്ഥലം, പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് മുട്ട വിരിഞ്ഞിട്ടാണ്, ഇതൊക്കെ എഴുതണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തേത് നോക്കാൻ പോകുന്നത് മത്സ്യത്തെക്കുറിച്ചാണ്. മത്സ്യത്തിൻ്റെ ത്വക്കിൻ്റെ പ്രത്യേകത എന്താണ്? ശൽക്കങ്ങൾ ഉണ്ട്. പിന്നെ അതിൻ്റെ ശ്വസനം ചെകിളപ്പൂക്കൾ ഉപയോഗിച്ചാണ്. പിന്നെ അവയുടെ വാസസ്ഥലം ജലം, പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് മുട്ടയിൽ നിന്ന്. ഇനി അടുത്തത് ഉഭയജീവി. അതിൻ്റെ ത്വക്ക് നനഞ്ഞതും മിനുസമാർന്നതുമാണ്. ഉദാഹരണം തവളേനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി അത് ശ്വസിക്കാൻ വേണ്ടി ശ്വാസകോശം, ത്വക്ക്, ചെകിളപ്പൂക്കൾ ഇവയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വാസസ്ഥലം കരയിലും ജലത്തിലും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവയെ ഉഭയജീവികൾ എന്ന് പറയുന്നത്. പിന്നെ മുട്ടയിൽ നിന്നാണ് കുഞ്ഞുണ്ടാവുന്നത്. ഇനി അടുത്തത് ഉരകം. ഉരകത്തിൻ്റെ ത്വക്കിൻ്റെ പ്രത്യേകത വരണ്ടതും ചെതമ്പലുള്ളതും. ശ്വസനം ശ്വാസകോശം ഉപയോഗിച്ച. വാസസ്ഥലം കര, പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന മുട്ടയിൽ നിന്ന്. അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ജീവികളുമായി ബന്ധപ്പെട്ട് പദപ്രശ്നം പൂർത്തിയാക്കും. അപ്പോൾ പദപ്രശ്നത്തിലെ ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ശലഭം. അപ്പോൾ അതെന്താണ്? വലത്തോട്ട്. ആ ഒരു പദപ്രശ്നത്തിൽ വലത്തോട്ടാണ് ഈ ഒന്നാമത്തതിൻ്റെ ഉത്തരം വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ശലഭത്തിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഉത്തരം വരുന്നത് വിലാസിനി എന്നാണ്. വി തന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ എന്താണ് ഉത്തരം വരിക? വിലാസിനി. ഇനി അഞ്ചാമത്തത് വലത്തോട്ട്, രാത്രിയിൽ ഇര തേടുന്ന ഒരു പക്ഷി. അപ്പോൾ അഞ്ചാമത്തതിൽ വലത്തോട്ടാണ്. രാത്രിയിൽ ഇര തേടുന്ന പക്ഷി അതിലേതാണ്? അതിലെന്താണ് വരിക? വേന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം വരിക വെള്ളിമൂങ്ങ. ഇനി അടുത്തത് 6, ശുദ്ധജലത്തിലെ ഒരു സസ്തനി. അപ്പോൾ ശുദ്ധജലത്തിലെ ഒരു സസ്തനി 6 വലത്തോട്ടത് നീർനായയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇനി താഴോട്ടുള്ളതാണ്. താഴോട്ട് ഫസ്റ്റ് 2, മണ്ണിരയെ പോലെയോ പാമ്പിനെ പോലെയോ തോന്നുന്ന ഒരിനം ഉഭയജീവി. നമ്മൾ 2 ഉഭയജീവിയെ കുറിച്ച് നോക്കി. ഒന്ന് തവളയും പിന്നെ ഒന്ന് എന്താണ്? സിസിലിയൻസുമാണ്. അപ്പോൾ ഇതിന് ഉത്തരം വരുന്നത് സിസിലിയൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പല്ല്, പാമ്പ്, ആമ എന്നീ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. അപ്പോൾ 3 താഴേക്ക് ഉരഗങ്ങൾ. ഇനി 4, ഒരു പ്രാണിയുടെ ലാർവയാണിത്. അതേതാണ്? 4 താഴേക്ക് കുഴിയാന. അപ്പോൾ വിലയിരുത്താം എന്ന പ്രവർത്തനത്തിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 3 ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതി. പിന്നെ നമ്മൾ ഈ പാഠം 2 വീഡിയോയിലൂടെ ആയിട്ട് മുഴുവനായിട്ടും നോക്കി. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.